ഹലോ കേരളം, ഷെയറിംഗ് സ്റ്റോറീസ് പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഈ ചാനലിൽ നമ്മൾ പുസ്തകങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ഉള്ളടക്കത്തിന് പിന്തുണ നൽകുന്നത് plotsformovies.com ആണ്. ഇതൊരു AI എനേബിൾഡ് ബുക്ക് ട്രെയിലർ പ്ലാറ്റ്ഫോമാണ്. അവിടെ നിങ്ങൾക്ക് പുസ്തകങ്ങൾ വാങ്ങുന്നതിന് മുൻപ് അതിനെക്കുറിച്ച് നന്നായി മനസ്സിലാക്കാൻ 1 മിനിറ്റ് ദൈർഘ്യമുള്ള ട്രെയിലറുകൾ കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് J.R.R. ടോൾക്കിന്റെ വളരെ പ്രശസ്തമായ ദി ഹോബിറ്റ് എന്ന പുസ്തകമാണ്. പലപ്പോഴും ഇതൊരു കുട്ടികളുടെ കഥയായിട്ടാണ് കണക്കാക്കാറ്, അല്ലേ? പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ധൈര്യം, അത്യാഗ്രഹം, പിന്നെ സ്വയം കണ്ടെത്തൽ അങ്ങനെയുള്ള കുറെ ആഴത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഫാന്റസിയും സാഹസികതയും ഒക്കെ ചേർന്ന് ഒരു വ്യക്തി എങ്ങനെ വളരുന്നു എന്ന് കാണിക്കുന്ന മനോഹരമായ ഒരു ലോകം. നമ്മളിന്ന് ഇതിനെക്കുറിച്ചാണെന്ന് വിശദമായി സംസാരിക്കുന്നത്. തീർച്ചയായും നിങ്ങൾ പറഞ്ഞ പോലെ കഥ തുടങ്ങുന്നത് ഷയർ എന്നൊരു സ്ഥലത്താണ്. ഭയങ്കര സമാധാനമുള്ളൊരു നാട്. അവിടെ നമ്മുടെ പ്രധാന കഥാപാത്രം ബിൽബോ ബാഗിൻസ് ഒരു ഹോബിറ്റാണ്. ഹോബിറ്റുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് വീടും നല്ല ഭക്ഷണവുമൊക്കെയായി ഒതുങ്ങിക്കൂടാനാണിഷ്ടം. പുറത്തെ ബഹളങ്ങളോ സാഹസികതയോ ഒന്നും അവർക്ക് പൊതുവെ വേണ്ട. പക്ഷെ ഒരു ദിവസം ഗാൻഡാൾഫ് എന്നൊരു മാന്ത്രികൻ വരുന്നു. ഗാൻഡാൾഫ്. അതെ, ഗാൻഡാൾഫും പിന്നെ തോറിൻ ഓക്കൻഷീൽഡ് എന്ന് പറയുന്ന ആളുടെ കൂടെ 13 കുള്ളന്മാരും. അവർ ബിൽബോയുടെ വീട്ടിലേക്കങ്ങ് വരികയാണ്. അതോടെ ബിൽബോയുടെ ആ ഒരു ശാന്തമായ ജീവിതം അത് മാറിമറിയുന്നു. ശരിയാണ്. അപ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം നിങ്ങളെ ഈ പുസ്തകത്തിലെ പ്രധാന ആശയങ്ങൾ, പിന്നെ ബിൽബോയുടെ ആ യാത്രയുടെ പ്രാധാന്യം, എന്തുകൊണ്ടാണ് ഇത്ര കാലം കഴിഞ്ഞിട്ടും ഈ കഥ ആളുകൾ ഇഷ്ടപ്പെടുന്നത് എന്നൊക്കെയൊന്ന് മനസ്സിലാക്കാൻ സഹായിക്കുക എന്നതാണ്. ഓക്കെ, നമുക്കിതിലേക്ക് ഒന്നൂടെ ആഴത്തിൽ ഇറങ്ങി നോക്കാം. അതെ, ഈ കുള്ളന്മാരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ അത് വളരെ വലുതാണ്. സ്മാഗ് എന്നൊരു ഭീകരൻ ഡ്രാഗൻ, അവൻ ഇവരുടെ നാടും വീടും, അതായത് ലോൺലി മൗണ്ടൻ എന്ന സ്ഥലം പിടിച്ചെടുത്തു. അവിടെ ഒരുപാട് നിധിയുണ്ട്. ആ നിധിയും നാടും തിരിച്ചുപിടിക്കണം. Bring your book to life with AI. Enhance the storytelling experience to the next level with realistic characters and immersive voiceovers. And reach a larger audience. Get away from the boring stock images and videos for your book trailers. Reach out to plotsformovies.com today. അതാണ് ലക്ഷ്യം. അതിന് ബിൽബോയെ എന്തിലാ? അതാണ് രസം. ഗാൻഡാൽഫ് പറയുവാണ്, ഈ ദൗത്യത്തിൽ ഒരു ബർഗ്ലർ, അതായത് ഒരു കള്ളനായിട്ട് ബിൽബോ വേണമെന്ന്. ബിൽബോയ്ക്കാണെങ്കിൽ ഇതിലൊന്നും ഒരു താല്പര്യവുമില്ല. പേടിയാണ് പ്രധാനമായും. ശരിയാണ്, ഹോബിറ്റ് അല്ലേ? അതെ. പക്ഷേ ഗാൻഡാൽഫ് നിർബന്ധിച്ചു. പിന്നെ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ ഒരു ചെറിയ കൗതുകം. അങ്ങനെ മനസ്സില്ലാമനസ്സോടെയാണെങ്കിലും ബിൽബോ ആ യാത്രയിൽ പങ്കുചേരുന്നു. തുടക്കത്തിൽ ഇത്രയും പേടിയും മടിയുമൊക്കെ ഉണ്ടായിരുന്ന ബിൽബോ ഈ യാത്രയിൽ എങ്ങനെയാണ് മാറുന്നത്? ആ ഒരു ഭീരുവിൽ നിന്ന് ധീരനിലേക്കുള്ള മാറ്റം അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അതൊരു പെട്ടെന്നുള്ള മാറ്റമല്ല, പതിയെ പതിയെ സംഭവിക്കുന്ന ഒന്നാണ്. യാത്ര പോകുന്നത് കാടുകളിലൂടെ, വലിയ മലകളിലൂടെ, പിന്നെ ഇരുണ്ട ഗുഹകളിലൂടെയൊക്കെയാണ്. ഇതൊന്നും ബിൽബോയ്ക്ക് ശീലമില്ലാത്ത ലോകമാണ്. വഴിയിൽ വെച്ച് പല തടസ്സങ്ങളും നേരിടുന്നുണ്ട്. ഭീകരന്മാരായ ട്രോളുകൾ അവരെ പറ്റിക്കുന്നുണ്ട്. പിന്നെ ഗോബ്ലിനുകളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നു. മിർക്ക്വുഡ് എന്ന കാട്ടിലെ ഭീമൻ ചിലന്തികളെ നേരിടുന്നു. ഇതൊക്കെ ചെയ്യുമ്പോൾ ബിൽബോ അറിയാതെ തന്നെ അവന്റെ ഉള്ളിലെ ഒരു കഴിവ്, ധൈര്യം ഒക്കെ പുറത്തുവരുന്നു. പിന്നെ ഗോബ്ലിൻ തുരങ്കങ്ങളിൽ വെച്ച് ഗോളം എന്നൊരു വിചിത്രജീവിയെ കണ്ടുമുട്ടുന്നത് ഒരു പ്രധാന ഭാഗമാണ്. ഗോളവുമായുള്ള കടങ്കഥ കളിയല്ലേ? അതെ, ആ കടങ്കഥ മത്സരം. അവിടെ ബിൽബോയുടെ ബുദ്ധിയും പിന്നെ കുറച്ച് ഭാഗ്യവും കൊണ്ടാണ് രക്ഷപ്പെടുന്നത്. അതിന്റെ കൂടെ അവിടെ നിന്നാണ് ആ മാന്ത്രിക മോതിരം കിട്ടുന്നത്, അദൃശ്യനാകാൻ പറ്റുന്ന മോതിരം. അതിന്റെ മുഴുവൻ ശക്തിയും പ്രാധാന്യം ഈ പുസ്തകത്തിൽ പറയുന്നില്ലെങ്കിലും അത് കഥയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ബിൽബോയുടെ ആ ഒരു വളർച്ച വളരെ വ്യക്തമാണ്. എന്നാൽ ഈ യാത്രയിൽ മറ്റുള്ളവർ, പ്രത്യേകിച്ച് ആ കുള്ളന്മാർ, അവർക്കെന്തു മാറ്റമാണ് ഉണ്ടാകുന്നത്? തോറിൻ, അവരുടെ നേതാവ്. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഈ യാത്ര ബിൽബോയെ മാത്രമല്ല പരീക്ഷിക്കുന്നത്. തോറിൻ ഓക്കൻഷീൽഡ്, അയാൾ ധീരനാണ്, ഒരു രാജകുടുംബാംഗമാണ്. പക്ഷേ ലക്ഷ്യത്തോട് അടുക്കുമ്പോൾ, ആ നിധി കാണുമ്പോൾ അയാളുടെ ഉള്ളിലെ അത്യാഗ്രഹം പുറത്തുവരാൻ തുടങ്ങും. ആ സ്വർണത്തോടുള്ളൊരു ഭ്രമം, അതയാളുടെ വിവേകത്തെയും കൂട്ടുകാരോടുള്ള സ്നേഹത്തെയും ഒക്കെ ബാധിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു സംഘർഷം വരുന്നുണ്ടല്ലേ? തീർച്ചയായും.
വലിയ ലക്ഷ്യങ്ങൾ പോലും ചിലപ്പോൾ വ്യക്തിപരമായ ആഗ്രഹങ്ങൾക്ക് മുന്നിൽ വഴിമാറുമെന്നൊരു സൂചന ടോൾക്കീൻ നൽകുന്നുണ്ട്. ഈ സമയത്താണ് ബിൽബോയുടെ ധാർമ്മികത ശരിക്കും പരീക്ഷിക്കപ്പെടുന്നത്. കൂട്ടുകാരോടുള്ള കൂറ്, എന്നാൽ അതേസമയം ശരിയെന്ന് തനിക്ക് തോന്നുന്ന കാര്യം ചെയ്യാനുള്ളൊരു ആഗ്രഹം. ആ അർക്കൻസ്റ്റോൺ എന്ന രത്നത്തിന്റെ കാര്യത്തിലൊക്കെ അത് വ്യക്തമാവുന്നുണ്ട്. അവസാനം നടക്കുന്ന ആ 5 സൈന്യങ്ങളുടെ യുദ്ധം, ബാറ്റിൽ ഓഫ് 5 ആർമീസ്, അത് ഈ അത്യാഗ്രഹത്തിന്റെയും ഭിന്നതയുടെയും ഒക്കെ ഒരു ദുരന്തം നിറഞ്ഞ പര്യവസാനമാണ് കാണിക്കുന്നത്. ശരിയാണ്. അവിടെയാണ് ഈ കഥയുടെ ഒരു ആഴം നമുക്ക് മനസ്സിലാവുന്നത്. വെറുമൊരു കുട്ടിക്കഥയല്ല. അത്യാഗ്രഹത്തിന്റെ അപകടം, പിന്നെ വിനയത്തിന്റെ പ്രാധാന്യം, അതുപോലെ സാധാരണക്കാരെന്ന് നമ്മൾ കരുതുന്ന ആളുകളിലെ ഒരു അസാധാരണ ധൈര്യം. ബിൽബോയെ നോക്കൂ, ഒരു ഹീറോയുടെ രൂപമോ ശക്തിയോ ഒന്നുമില്ല, യുദ്ധം ചെയ്യാൻ അറിയില്ല. എന്നിട്ടും കഥയിലെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ചെയ്യുന്നത് ബിൽബോ ആണ്. എന്തായിരിക്കും ഇതിന്റെയൊക്കെ ഒരു സന്ദേശം? അതെ, യഥാർത്ഥ ധൈര്യമെന്ന് പറയുന്നത് പേടിയില്ലാതിരിക്കലല്ല, പേടിയുണ്ടെങ്കിലും ശരിയായ കാര്യം ചെയ്യാൻ മുന്നോട്ട് വരുന്നത് തന്നെയാണ് ധൈര്യം എന്ന് ഈ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ബിൽബോയുടെ യാത്ര വെറും നിധി തേടിയുള്ള യാത്രയായിരുന്നില്ല, അതൊരു സ്വയം കണ്ടെത്താനുള്ള യാത്ര കൂടിയായിരുന്നു. ആ സുരക്ഷിതമായ ഹോബിറ്റ് ഹാൾ വിട്ട് പുറത്തിറങ്ങിയപ്പോഴാണ് തന്നിൽ എന്തൊക്കെ കഴിവുകൾ ഒഴിഞ്ഞുകിടപ്പുണ്ടെന്ന് അയാൾ തിരിച്ചറിയുന്നത്. സൗഹൃദം, കൂറ്, അഭിമാനം, അത്യാഗ്രഹത്തിന്റെ പ്രശ്നങ്ങൾ, അപ്രതീക്ഷിതമായ സഹായങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ടോൾക്കീൻ ഇതിൽ ഭംഗിയായി പറയുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാല് ദി ഹോബിറ്റ് ഒരു ഫാന്റസി കഥ എന്നതിനപ്പുറം ഒരു പക്ഷേ നമ്മുടെ എല്ലാം ഉള്ളിൽ ഒരു ബിൽബോ ഉണ്ടാവാം എന്നൊരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മൾ സ്വയം ഉണ്ടാക്കി വെച്ച പരിമിതികളെ മറികടക്കാൻ കഴിഞ്ഞാൽ സാധാരണക്കാർക്കും അസാധാരണമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നതിന്റെ മനോഹരമായൊരു ഉദാഹരണം. കൃത്യമായി പറഞ്ഞു. ഈ കഥയുടെ അവസാനം നമ്മളെ ഒരു ചിന്തയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്, ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ ലോൺലി മൗണ്ടൻ ഏതാണ്? നിങ്ങൾ നേരിടാൻ മടിക്കുന്ന ആ ഭയം എന്താണ്? നിങ്ങളുടെ ആ കംഫർട്ട് സോൺ, ആ സുരക്ഷിത വലയം, അതിന് പുറത്ത് നിങ്ങൾക്കായി കാത്തിരിക്കുന്ന ഒരുപക്ഷെ നിങ്ങൾ അറിയാത്ത എന്ത് കഴിവാണ് ഒളിഞ്ഞിരിക്കുന്നത്? ആ ഒരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുകൊണ്ട് ഇന്നത്തെ ഈ ചർച്ച നമ്മൾ ഇവിടെ നിർത്തുകയാണ്. ഞങ്ങളുടെ ഈ സംരംഭത്തെ പിന്തുണയ്ക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ വലുതാണ്. അതുപോലെ ദ ഹോബിറ്റ് എന്ന ഈ പുസ്തകം വായിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ നിന്നും വാങ്ങാവുന്നതാണ്. തീർച്ചയായും വായിക്കേണ്ട ഒരു ക്ലാസിക്കാണിത്. അടുത്ത തവണ മറ്റൊരു പുസ്തകത്തിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. Bring your book to life with AI. Enhance the storytelling experience to the next level with realistic characters and immersive voiceovers. And reach a larger audience. Get away from the boring stock images and videos for your book trailers. Reach out to plotsformovies.com today.